അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഒരേ ഒരാളാണ്. ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനായ വിശ്വാസ് കുമാർ രമേശ്. ചരിത്രത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട് ആകാശ ദുരന്തത്തിനിടയിലെ ഇത്തരം ചില അത്ഭുത രക്ഷപ്പെടലുകൾ. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിലുണ്ടായിരുന്നത് 230 യാത്രക്കാരും 12 ജീവനക്കാരും. BJ മെഡിക്കൽ കോളേജ് വളപ്പിലേക്ക് ആ വിമാനം തകർന്നു വീണ ഒരു തീഗോളമായപ്പോൾ അവശേഷിച്ചത് ഒരേ ഒരാൾ. എമർജൻസി എക്സിറ്റിനടുത്തെ 11A സീറ്റിലിരുന്ന വിശ്വാസ് കുമാർ രമേശ് എന്ന ആ 40-കാരനത് ജീവിതത്തിലേക്കുള്ള വാതിലായി. ചരിത്രത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട് ആകാശ ദുരന്തത്തിനിടയിലെ ഇത്തരം അദ്ഭുത രക്ഷപ്പെടലുകൾ. 1971 പെറുവിൽ ലാൻസ 508 വിമാനം ഇടിമിന്നലേറ്റ് ആമസോൺ മഴക്കാടുകളിൽ തകർന്നു വീണു. 10,000 അടി മുകളിൽ നിന്ന് ഭൂമിയിൽ പതിച്ച വിമാനത്തിലെ 91 പേർക്കും ജീവൻ നഷ്ടമായപ്പോൾ അതിജീവിച്ചത് ഒരേ ഒരാൾ മാത്രം, ജൂലിയാൻ കോപ്കെ എന്ന 17-കാരി. 11 ദിവസക്കാലമാണ് ആരും കടന്നു ചെല്ലാൻ മടിക്കുന്ന ആമസോൺ മഴക്കാടുകൾക്കിടയിൽ അവൾ കഴിഞ്ഞത്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിയ മിഠായി കഴിച്ച് വിശപ്പടക്കിയ അവൾ അച്ഛനും അമ്മയും പറഞ്ഞ കഥകളുടെ ഓർമ്മകളിൽ കാടുകടന്നും നദിയിൽ നീന്തിയുമെല്ലാം ഒടുവിൽ സുരക്ഷിത സ്ഥാനത്തെത്തി. വിറകുവെട്ടുകാരാണ് പിന്നീട് അവളെ രക്ഷപ്പെടുത്തിയത്. കൊടുങ്കാട്ടിൽ നിന്ന് വിമാന ദുരന്തം അതിജീവിച്ചെത്തിയ ജൂലിയാന പിന്നീട് ജംഗിൾ ഗേൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. തൊട്ടടുത്ത വർഷവും അത്തരമൊരു അദ്ഭുത രക്ഷപ്പെടലുണ്ടായി. 1972 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നിന്ന് സെർബിയയിലെ ബെൽഗ്രേഡിലേക്ക് പോയ വിമാനം ബോംബ് പൊട്ടിത്തെറിച്ച് 30,000-ലധികം അടി താഴ്ചയിലേക്ക് പതിച്ചു. 27 പേർ തൽക്ഷണം കൊല്ലപ്പെട്ട ദുരന്തത്തിൽ അവശേഷിച്ചത് സെർബിയൻ സ്വദേശിനി 23-കാരി വെസ്ന ബുലോവിച്ച് മാത്രം. 1987 അമേരിക്കയിലെ നോർത്ത് വെസ്റ്റ് എയർലൈൻസ് ഫ്ലൈറ്റ് പറന്നുയർന്നതിന് പിന്നാലെ തകർന്നു വീണു. 156 പേർ അഗ്നിക്കിരയായപ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ സീറ്റിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ സെസീലിയ സിച്ചാൻ എന്ന 4 വയസ്സുകാരിയെ ജീവനോടെ കണ്ടെത്തി. 2009 യമനിയ 626 വിമാനം കൊമോറോസ് ദ്വീപുകൾക്ക് സമീപം സമുദ്രത്തിൽ തകർന്നു വീണ് കൊല്ലപ്പെട്ടത് 152 പേരാണ്. എന്നാൽ വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ 9 മണിക്കൂറോളം പിടിച്ചുനിന്ന ബഹിയ ബക്കാരി എന്ന 12-കാരി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ദുരന്തത്തിനു മുന്നിൽ പകച്ചു നിൽക്കുമ്പോഴും ആശ്വാസവും പ്രതീക്ഷയുമെല്ലാം നൽകിയ മുഖങ്ങളാണ് ഇവരെല്ലാവരും. ഒരുപക്ഷെ നടുക്കുന്ന ഓർമ്മകളെക്കുറിച്ച് ലോകത്തോട് പറയാൻ വിധി ബാക്കി വെച്ചവർ. ന്യൂസ് ഡെസ്ക് 24.